നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക്. നാളെ 2025 ജനുവരി മാസം 8-ാം തീയതി ബുധനാഴ്ച. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട 5 കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഡെയിലി അപ്ഡേറ്റ്സിൽ ഷെയർ ചെയ്യുന്നത്. എല്ലാവരും വാർത്തകളും അറിയിപ്പുകളും പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക. ഈ വീഡിയോ ലൈക്ക് ചെയ്ത് കാണുക. വാർത്ത പരമാവധി ആളുകളിലേക്ക് മറക്കാതെ ഷെയർ ചെയ്യണം. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ്. വാട്സപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ, കമൻറ്റ് ബോക്സിലുണ്ട്. എല്ലാവരും ജോയിൻ ചെയ്യുക. ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, കോവിഡ് ഭീതി ഒഴിഞ്ഞ് വർഷങ്ങൾക്കിപ്പുറം വീണ്ടും ഒരു വൈറസിനെ നേരിടാനായിട്ട് ഒരുങ്ങുകയാണ് ഇപ്പോൾ രാജ്യം. ഇതോടെ ജനങ്ങളെല്ലാം തന്നെ അതീവ ജാഗ്രതയിലാണ്. ഇത് സംബന്ധിച്ച വാർത്തകൾ അധികൃതർ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുകയാണ്. രാജ്യത്ത് HMPV വൈറസ് സ്ഥിരീകരിച്ചവരുടെ എണ്ണം ഇപ്പോൾ 8 ഉയർന്നിരിക്കുകയാണ്. ഇതോടെ സംസ്ഥാനങ്ങൾ നിയന്ത്രണങ്ങൾ കടുപ്പിക്കാനായിട്ട് ഒരുങ്ങിയിരിക്കുകയാണ്. അതേസമയം ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത്. വൈറസ് വ്യാപനത്തെ തുടർന്ന് നിരീക്ഷണവും ശക്തമാക്കാനായിട്ട് സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശവും നൽകുകയും ചെയ്തിട്ടുണ്ട്. മഹാരാഷ്ട്രയിൽ 7-13 വയസ്സ് പ്രായമുള്ള കുട്ടികൾക്കാണ് ഇന്ന് രോഗം സ്ഥിരീകരിച്ചത്. ഇതുകൂടാതെ കർണാടക, തമിഴ്നാട് എന്നിവിടങ്ങളിൽ 2 വീതം കേസുകളും ഗുജറാത്തിലും കൊൽക്കത്തയിലും ഓരോ കേസുകൾ വീതവുമാണ് ഇതുവരെ സ്ഥിരീകരിച്ചിരിക്കുന്നത്. ആരുടെയും നില ഗുരുതരമല്ല. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, സർവീസ് പെൻഷൻകാർക്ക് നൽകാനുള്ള പെൻഷൻ പരിഷ്കരണ കുടിശ്ശികയുടെ ഒരു ഗഡു കൂടി സർക്കാർ വൈകാതെ നൽകുന്നതായിരിക്കും. താമസിയാതെ ഇത് സംബന്ധിച്ച ഉത്തരവിറക്കുമെന്നും ധനവകുപ്പ് വൃത്തങ്ങൾ വ്യക്തമാക്കി. പെൻഷൻ പരിഷ്കരണ കുടിശ്ശിക 4 ഗഡുക്കളായിട്ട് നൽകാനായിരുന്നു സർക്കാർ തീരുമാനം. വൈകിയെങ്കിലും 3 ഗഡുക്കൾ നൽകി ബാക്കിയുള്ള 1 ഗഡുവാണ് ഉടൻ നൽകുക. ക്ഷേമ പെൻഷൻകാർക്ക് നൽകാനുള്ള 4 ഗഡു കുടിശ്ശികയിൽ 1 ഗഡുവും വളരെ വൈകാതെ തന്നെ നൽകുന്നതായിരിക്കും. ബാക്കിയുള്ള 2 ഗഡുക്കൾ അത് ഏപ്രിൽ മാസം മുതൽ ആരംഭിക്കുന്ന അടുത്ത സാമ്പത്തിക വർഷം നൽകുമെന്നും സർക്കാർ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, കേന്ദ്ര സർക്കാർ നിർബന്ധത്തിന് വഴങ്ങിക്കൊണ്ട് റേഷൻ മസ്റ്ററിംഗ് നടത്തിയെങ്കിലും ഭക്ഷ്യവിഹിതത്തിൽ ആശങ്കപ്പെട്ട കേരളം. ഗുണഭോക്താക്കളുടെ ഇലക്ട്രോണിക് KYC നടത്തിയില്ലെങ്കിൽ അടുത്ത സാമ്പത്തിക വർഷം മുതൽ ഭക്ഷ്യധാന്യ വിഹിതം ലഭിക്കില്ലെന്നതാണ് കേന്ദ്രം നൽകിയിരുന്ന സൂചന. ഇതിനു പുറമെ മഹാരാഷ്ട്ര മാതൃകയിൽ ഭക്ഷ്യധാന്യത്തിന് പകരമായിട്ട് റേഷനുള്ള പണം അത് ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നൽകുന്ന പദ്ധതി DBT സംവിധാനം വഴിയുള്ള തുക വിതരണം അത് അണിയറയിലുണ്ടെന്നാണ് കേരളത്തെ അലട്ടുന്ന പ്രധാന പ്രശ്നം. ഇതോടെ മുൻഗണനാ വിഭാഗങ്ങൾക്ക് മാത്രമായിട്ട് റേഷൻ ചുരുങ്ങുന്നതായിരിക്കും. സുപ്രീം കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് റേഷൻ മസ്റ്ററിംഗ് കേന്ദ്രം നിർബന്ധമാക്കിയത്. BPL വിഭാഗത്തിലാകട്ടെ 6 ലക്ഷവും മുൻഗണനാ വിഭാഗത്തിൽ 32 ലക്ഷവുമാണ് കേരളത്തിലെ റേഷൻ ഗുണഭോക്താക്കൾ. ഇതിൽ 95% ആളുകൾ മസ്റ്ററിംഗ് പൂർത്തിയാക്കി. മറ്റ് സംസ്ഥാനങ്ങൾ ഇതിനേക്കാൾ പിന്നിലായതിനാൽ തന്നെ കഴിഞ്ഞ ഡിസംബർ 31 എന്നത് മാർച്ച് 31 വരെ നീട്ടുമെന്നാണ് പ്രതീക്ഷ. മസ്റ്ററിംഗ് നിർബന്ധമാക്കിയതിനാൽ തന്നെ ചെയ്യാത്തവർക്ക് അടുത്ത സാമ്പത്തിക വർഷം മുതൽ ഭക്ഷ്യവിഹിതം ലഭിക്കാനായിട്ട് ഇടയില്ല. മസ്റ്ററിംഗ് വഴി ഗുണഭോക്താക്കളുടെ വിവരങ്ങൾ മുഴുവൻ കേന്ദ്രത്തിന്റെ പക്കലായതിനാൽ തന്നെ DBT നടപ്പാക്കാൻ ബുദ്ധിമുട്ടുമില്ല. അങ്ങനെ വന്നാൽ സംസ്ഥാനത്തെ റേഷൻ സംവിധാനങ്ങളെല്ലാം തന്നെ അടിമുടി താളം തെറ്റും. റേഷൻ കടകൾ തന്നെ അപ്രസക്തമാകും. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർ ഉൾപ്പെടെയുള്ളവർ മുൻഗണനാ വിഭാഗങ്ങൾക്ക് മാത്രമേ കേന്ദ്രത്തിന്റെ കണക്കിൽ റേഷന് അർഹതയുള്ളൂ. കേരളത്തിലാവട്ടെ മുൻഗണനേതര വിഭാഗങ്ങൾക്ക് സബ്സിഡിയിലും അല്ലാതെയും ഒക്കെ തന്നെ ഭക്ഷ്യധാന്യങ്ങൾ വിതരണം ചെയ്യുന്നുണ്ട്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് നാളെ സമാപനം. അതിനോടനുബന്ധിച്ചുകൊണ്ട് നാളെ ബുധനാഴ്ച തിരുവനന്തപുരം ജില്ലയിലെ സർക്കാർ എയ്ഡഡ്, അൺഎയ്ഡഡ് സ്കൂളുകൾക്ക് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മറ്റ് സ്കൂളുകളിലെ കുട്ടികൾക്ക് കലോത്സവം കാണാനായിട്ട് അവസരം വേണമെന്ന ആവശ്യം പരിഗണിച്ചാണ് അവധിയെന്നും കുട്ടികൾ ഈ അവസരം ഉപയോഗപ്പെടുത്തണമെന്നും വിദ്യാഭ്യാസ വകുപ്പ് അധികൃതർ ഇപ്പോൾ അറിയിച്ചു. അവസാനമായി സംസ്ഥാനത്ത് സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് തുടർച്ചയായിട്ടുള്ള 2ാം ദിനവും സ്വർണ്ണവിലയിൽ മാറ്റമില്ല. പവന് 57,000-ന് മുകളിൽ തുടരുകയാണ് സ്വർണ്ണവില. ചൊവ്വാഴ്ച ജനുവരി 7-ാം തീയതി 22 കാരറ്റ് സ്വർണ്ണത്തിന് ഗ്രാമിന് 7,215 രൂപയിലും പവന് 57,720 രൂപയിലുമാണ് വ്യാപാരം പുരോഗമിക്കുന്നത്. ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. എല്ലാവരിലേക്കും ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകും. വാട്സപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലുണ്ട്. എല്ലാവരും ജോയിൻ ചെയ്യുക. വാർത്തകൾ പരമാവധി ആളുകളിലേക്ക് മറക്കാതെ ഷെയർ ചെയ്യുക. കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക.